എല്ലാവർക്കും സാപ്പിയൻസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ MS Word 2007 ഷോർട്ട് കട്ട് കീസിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. റെയിൽവേയുടെ എക്സാമുകൾക്കും പിന്നെ ടൈപ്പിസ്റ്റ് എക്സാമുകൾക്കും ഈ ഒരു ഭാഗം ആവശ്യമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. Ctrl+A ആണ് ആദ്യത്തേത്. Ctrl+A എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാനാണ്. സെലക്ട് ഓൾ എല്ലാം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ആണ് Ctrl+A. Ctrl+B ആണെങ്കിൽ ബോൾഡ് ഹൈലൈറ്റ് സെലക്ഷൻ ആണ്. ബോൾഡ് ആക്കാനുള്ളതാണ് Ctrl+B എന്ന് പറയുന്നത്. ഈ Ctrl+C ആണെങ്കിൽ കോപ്പി ചെയ്യാനാണ്. Ctrl+C എന്ന് പറയുന്നത് കോപ്പി ചെയ്യാനാണ്. Ctrl+D ആണെങ്കിൽ ഷോ ഫോണ്ട് ഡയലോഗ് ബോക്സ്. ഫോണ്ട് ഡയലോഗ് ബോക്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് Ctrl+D ഉള്ളത്. ഇനി Ctrl+E സെന്ററിലേക്ക് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+E. Ctrl+F ആണെങ്കിൽ ഓപ്പൺ ഫൈൻഡ് ബോക്സ് ആണ്. ഫൈൻഡ് ബോക്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് Ctrl+F ഉള്ളത്. ഇനി Ctrl+G ആണെങ്കിൽ ഗോ ടു ആണ്. Ctrl+H റീപ്ലേസ്. Ctrl+H റീപ്ലേസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ്. Ctrl+I ഇറ്റാലിക് ഹൈലൈറ്റ് സെലക്ഷൻ. ഇറ്റാലിക്കിലേക്ക് മാറ്റാൻ വേണ്ടി Ctrl+I ആണ്. Ctrl+J ജസ്റ്റിഫൈ ദ സെലക്ടഡ് ടെക്സ്റ്റ്. Ctrl+K ആണെങ്കിൽ ഇൻസേർട്ട് ഹൈപ്പർ ലിങ്ക്. Ctrl+L അലൈൻ സെലക്ടഡ് ടെക്സ്റ്റ് ടു ലെഫ്റ്റ്. സെലക്ട് ചെയ്ത ടെക്സ്റ്റ് ലെഫ്റ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് Ctrl+L. Ctrl+M ഇൻഡെന്റ് എ പാരഗ്രാഫ് ഫ്രം ദ ലെഫ്റ്റ്. അടുത്തത് Ctrl+N ക്രിയേറ്റ് എ ന്യൂ ഡോക്യുമെന്റ്. Ctrl+O ഓപ്പൺ എ ഫയൽ. പുതിയൊരു ഫയൽ ഓപ്പൺ ചെയ്യാൻ Ctrl+O ആണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് Ctrl+P ഓപ്പൺ എ പ്രിന്റ് വിൻഡോ. ഓപ്പൺ എ പ്രിന്റ് വിൻഡോ ആണ് Ctrl+P. Ctrl+Q ആഡ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ്. ഒരു പാരഗ്രാഫിന് ശേഷം സ്പേസ് കൊടുക്കാൻ Ctrl+Q ആണ്. Ctrl+R അലൈൻ ദ സെലക്ടഡ് ടെക്സ്റ്റ് ടു ദ റൈറ്റ്. സെലക്ടഡ് ടെക്സ്റ്റിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാൻ Ctrl+R. Ctrl+S സേവ് ദ ഫയൽ. ഫയൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+S. Ctrl+T ക്രിയേറ്റ് എ ഹാങ്ങിങ് ഇൻഡെന്റ്. Shift Ctrl+T decrease a hanging indent. Ctrl+U underline highlighted selection ആണ്. Ctrl+V paste ചെയ്യാനുള്ളതാണ്. Ctrl+W close the current window. Current window close ചെയ്യാൻ Ctrl+W. Ctrl+X cut the selected item ആണ്. Ctrl+Y redo the last action. Ctrl+Z undo the last action ആണ്. ഇനി Ctrl+Enter ആണെങ്കിൽ ഇൻസേർട്ട് എ പേജ് ബ്രേക്ക്. Ctrl+Shift+Enter ആണെങ്കിൽ ഇൻസേർട്ട് എ കോളം ബ്രേക്ക് ആണ്. Shift+Enter ആണെങ്കിൽ ഇൻസേർട്ട് എ ലൈൻ ബ്രേക്ക്. ഇനി Ctrl+Right ആരോ ആണെങ്കിൽ മൂവ് കഴ്സർ വൺ വേർഡ് റൈറ്റ്. Ctrl+Right ആരോ ആണെങ്കിൽ മൂവ് കഴ്സർ വൺ വേർഡ് റൈറ്റ്. Ctrl+Left ആരോ ആണെങ്കിൽ മൂവ് കഴ്സർ വൺ വേർഡ് ലെഫ്റ്റ് ആണ്. Ctrl+Up ആരോ മൂവ് കഴ്സർ വൺ പാരഗ്രാഫ് അപ്പ് ആണ്. ഇനി Ctrl+Down ആരോ ആണെങ്കിൽ മൂവ് ദ കഴ്സർ വൺ പാരഗ്രാഫ് ഡൗൺ. Ctrl+Delete ഡിലീറ്റ് വേർഡ് ടു റൈറ്റ് ഓഫ് കഴ്സർ. ഡിലീറ്റ് വേർഡ് ടു റൈറ്റ് ഓഫ് കഴ്സർ. കഴ്സറിന് റൈറ്റ് സൈഡിലുള്ള വേർഡ് ഡിലീറ്റ് ചെയ്യാനാണ് Ctrl+Delete ഉള്ളത്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഡിലീറ്റ് കഴ്സർ റൈറ്റ് സൈഡിൽ വെച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എവിടെയുള്ള വേർഡാണ് ഡിലീറ്റ് ആകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ബട്ട് Ctrl+Delete ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് വേർഡ് ടു റൈറ്റ് ഓഫ് കഴ്സർ ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും ഷോർട്ട് കട്ട് കീസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ഒരു ക്ലാസ്സിലൂടെ നോക്കാം.